എല്ലാ സുഹൃത്തുക്കൾക്കും ബ്രാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സന്തോഷകരമായ വീഡിയോ ആണ് ഗൈസ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദാദാ സൗരവ് ഗാംഗുലി അങ്ങനെ അവസാനം സഞ്ജു സാംസൺ സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗരവ് ഗാംഗുലി ഇപ്പം ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസണ് കുറച്ചും കൂടി അവസരം കൊടുക്കണം. ഇത്രയും നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറിന്, ഇമ്പാക്റ്റ് പ്ലെയറിന്, നല്ല രീതിയിൽ കളിമാറ്റം കഴിവുള്ള ഒരു ഇമ്പാക്റ്റ് പ്ലെയറിന് കുറച്ചും കൂടി അവസരം കൊടുത്തേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഫിഡൻസോടെ കഴിഞ്ഞ കളിയിൽ ബാറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അടുത്ത പാകിസ്ഥാൻ്റെ മാച്ചിലും അവസരം കൊടുക്കുക എന്നാണ് കാര്യം. എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുമ്പോഴെല്ലാം സഞ്ജു സാംസന് ടീമിൽ ഇടമുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്താണ് സഞ്ജു സാംസണിന് അവസരങ്ങൾ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് സഞ്ജു സാംസൺ മൊത്തത്തിൽ ടെൻഷനിലായിരിക്കും മൊത്തം. സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ സഞ്ജു സാംസന്റെ ടീമിൽ നിന്ന് ഇടം പോകും, ഇഷാൻ കിഷന്റെ ടീമിൽ ഇടം കിട്ടും. അങ്ങനെയുള്ള ഒരു പൊസിഷനിലാണ് സഞ്ജു സാംസൺ എപ്പോഴും ബാറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഇതാ ഇപ്പം സൗരവ് ഗാംഗുലി പറഞ്ഞിട്ടുള്ള സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് നിങ്ങൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുള്ളിയുടെ പെർഫോം. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ നബീബിയായിട്ട് നടന്ന മാച്ചിൽ നമുക്ക് കാണാം നല്ല കോൺഫിഡൻസോടെ ബാറ്റ് ചെയ്തു. അപ്പൊ ഇനിയും 2 അവസരം കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഇൻ ഫോം, സഞ്ജു സാംസൺ ബാക്ക് ടു ട്രാക്ക് എന്ന് പറയുന്നത് പോലെ കറക്റ്റ് ട്രാക്കിൽ സഞ്ജു സാംസൺ എത്തിയിരിക്കും. വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ സഞ്ജു സാംസൺ സെൽഫ്ലെസ് ആയിട്ട് ചിന്തിക്കാം. കൊട്ടി ഒരു 20 റണ്ണൊക്കെ കൊട്ടി പയ്യ കൊട്ടി ഒരു 50 റണ്ണൊക്കെ അടിക്കാന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാലും അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. നബീബിയായിട്ടുള്ള മാച്ചിൽ 8 റണ്ണിലാണ് 22 റൺ അടിച്ചത്. അതിൽ 3 6 3 4 അല്ല 3 6 1 4 ഉൾപ്പെടെയാണ്. എന്നിട്ടും അപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. പുള്ളിയുടെ ടീമിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എന്ത് നൽകണമെന്നാണ് പുള്ളി അപ്പോഴും തീരുമാനിച്ചത്. പുള്ളിക്ക് ടീമിൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പയ്യെ കൊട്ടി 50+ അടിച്ച് പുള്ളിക്ക് നിൽക്കായിരുന്നു, മനസ്സിലായില്ലേ? എന്നാലും പോലും പുള്ളിയുടെ കളി നല്ല രീതിയിൽ കളിച്ചു. അങ്ങനെയാണ് ഇപ്പം നമ്മളെ സൗരവ് ഗാംഗുലി, നമ്മളെ പ്രിയപ്പെട്ട സൗരവ് ഗാംഗുലി എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ല. മഹേന്ദ്ര സിംഗ് ധോണി ഓക്കെ, പക്ഷെ സൗരവ് ഗാംഗുലി എന്ന് പറയുമ്പോൾ അത് വേറെ ലെവലായിരുന്നു. കാര്യം കളി കാണാൻ തുടങ്ങിയ കാലം തൊട്ട് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ആയിരുന്നു. പുള്ളിയായിരുന്നു ഇന്ത്യൻ ടീമിനെ ഇങ്ങനെ എത്തിച്ചത്, ഒരു ലെവലിലോട്ട് എത്തിച്ചത്. അത് മഹേന്ദ്ര സിംഗ് ധോണി കൊണ്ടൊന്ന് മേളിലെത്തിച്ചത്. പക്ഷേ സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഇത്രയും പ്ലേയേഴ്സ് ഒന്നും ഇല്ല ഇന്ത്യൻ ടീമിൽ. നമ്മളെ ഉള്ള സച്ചിന്, ഗാംഗുലി, സേവാഗ്, ലക്ഷ്മണ, ബദാനി, മുഹമ്മദ് കൈഫ്, വിരാജ് സിംഗ്, ജവഹൽ സിംഗ്, അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴും ബെഞ്ചിലിരുന്ന് ഭയങ്കര ഫോം പ്ലേയേഴ്സ് ഒന്നും ഇല്ല. ദിനേശ് ഭാഗ്യൊക്കെയാണ് ബെഞ്ചിലിരുന്നത്. പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായിരുന്ന സമയത്തും ബെഞ്ചിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്നപ്പോൾ ബെഞ്ചിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂര്യകുമാർ ക്യാപ്റ്റനായിരുന്നപ്പോൾ ബെഞ്ചിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഒരു 10 പ്ലേയേഴ്സിന് വേണമെങ്കിൽ ഇപ്പോഴും എടുക്കാം. അടുത്ത A ടീമാ B ടീമായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ നിന്നപ്പോഴാണ് സൗരവ് ഗാംഗുലി, ആ ടീമിനെയാണ് സൗരവ് ഗാംഗുലി നല്ല രീതിയിൽ എത്തിച്ചത്. ആ സൗരവ് ഗാംഗുലി തന്നെ സഞ്ജു സാംസണിന് വേണ്ടി സംസാരിച്ചിരിക്കുകയാണ് ഗൈസ്. സഞ്ജു സാംസണിന് വേണ്ടി പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ്: കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളിക്ക് അവസരം കൊടുത്താലേ പുള്ളി പെർഫോം ചെയ്യുള്ളൂ. ഈ പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്ന സമയത്ത്, ഈ പുള്ളിക്ക് പകരം വേറൊരാൾ പുറത്തുണ്ടെന്ന് പറഞ്ഞ സമയത്ത്, ഈ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് അവസരം കൊടുത്ത് പുള്ളി ഫോമിലില്ലാതെ ആവും. അതിനേക്കാൾ നല്ലത് ഇപ്പം നല്ല ടച്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത പാകിസ്ഥാൻ്റെ മാച്ചിലൂടെ കൊടുക്കണം. അതിന് കാര്യം ഇപ്പോൾ അഭിഷേക് ശർമ്മ തിരിച്ച് വന്നിരുന്നാൽ പോലും പാകിസ്ഥാൻ്റെ മാച്ചിൽ സഞ്ജു സാംസൺ അവസരം കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ റിങ്കു സിംഗിനെ അങ്ങ് മാറ്റുക. റിങ്കു സിംഗ് സഞ്ജു സാംസൺ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ: സഞ്ജു സാംസൺ. റിങ്കു സിംഗിനെ മാറ്റുക, സഞ്ജു സാംസനെ കയറ്റുക, ഇത്രയേ ഉള്ള പരിപാടി. സഞ്ജു അഭിഷേക് ഓപ്പൺ ചെയ്യും, 1 ഡൗൺ ഇഷാൻ കിഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൂര്യകുമാർ യാദവ്, അത് കഴിഞ്ഞിട്ട് തിലക് വർമ്മ, അങ്ങനെ പോയിട്ട് ഡുംബെ ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ പോവുക. അതാണ് കറക്റ്റ് പോയിന്റ്. എന്തായിരുന്നാലും എന്താണ് നടക്കണമെന്ന് അറിഞ്ഞൂടാ ഗായ്സ്. എന്തായിരുന്നാലും സഞ്ജു സാംസൺ അടുത്ത പാകിസ്ഥാനോട് മാച്ചിലോട്ട് കിട്ടണം. അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പ്രൂവ് ചെയ്യും, നല്ല രീതിയിൽ പ്രൂവ് ചെയ്യും. പ്രൂവ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും. കുറഞ്ഞ ബോളിൽ ഒരു 8-10 ബോളിൽ പുള്ളി 10-40 റൺ അടിക്കും. പുള്ളി ക്രീസിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. ടീമിനും എല്ലാവർക്കും ഇമ്പാക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മ അങ്ങനെയാണ് ക്രീസിലുണ്ടപ്പം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ സഞ്ജു സാംസൺ. അപ്പൊ ഈ ടീം എന്ന് പറയുന്നത് വലിയ ടീമാണ്. നല്ല ഉഗ്ര ടീമാണ്. സഞ്ജു സാംസണും കൂടി വരുമ്പോഴേക്ക് സെറ്റ് ടീമാണ്. ഈ ടീമിൽ നിന്ന് അടിക്കാൻ ഇനി ഒരു ടീമില്ല, ഈ ലോകത്തെ ഒരു ടീമില്ല. ഇത്രയും നല്ലൊരു ടീമിനെ അടിക്കാനായിട്ട് ലോകത്തെ ആ ടീമുണ്ട്, ഒറ്റ ടീമില്ല. പിന്നെ അതും കൂടെ അല്ലാതെ നമ്മുടെ ICC ചെയർമാൻ ജയ്ഷ
പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ്റെ കൂടെ നിങ്ങൾക്ക് ജയിക്കണോ എങ്കിൽ സഞ്ജു സാംസൺ വേണം, തീർച്ചയായിട്ടും സഞ്ജു സാംസൺ വേണം എന്ന് ICC ചെയർമാൻ ജയ്ഷ വരെ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ICC ചെയർമാൻ ജയ്ഷ വരെ പറഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസൺ വേണ്ടി. അടുത്ത നെക്സ്റ്റ് പാകിസ്ഥാൻ മാച്ചിൽ സഞ്ജു സാംസൺ കളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് കൂടി ഒരു കുണച്ച മറ്റേ അവൻ്റെ പേരെന്തൊരു ശ്രീകാന്ത് നമ്മളാ ചെന്നൈ പണ്ടന്തര ഉണ്ടാക്കിയെന്നൊക്കെ പറയണ്ട. നമ്മൾ അവൻ്റെ കളിയൊന്നും കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന് യൂട്യൂബിലെടുത്ത് കാണേയില്ല കിഴങ്ങൻ. അവൻ സഞ്ജുവിനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സഞ്ജു ശരിയല്ല, സഞ്ജുവിന് പകരം വാഷിങ്ടൺ സുന്ദറിനെ ഓപ്പണിങ് സഞ്ജുവിന് പകരം വാഷിങ്ടൺ സുന്ദറിനെ ഓപ്പണിങ് ബാറ്റിംഗ് നടക്കണം. എവിടെ നിന്നടേ ഇവനൊക്കെ വന്നേക്കുന്നത്? കിഴങ്ങണെന്ന ഭൂലോക കിഴങ്ങനാണ് അവൻ. കോട്ടായി സഞ്ജു 3 സെഞ്ചുറി അടിച്ചപ്പോൾ സഞ്ജുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വന്നവനാണ്. ഇപ്പോഴും സഞ്ജു ഫോമില്ലായിരുന്നപ്പോൾ സഞ്ജുവിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിഴങ്ങനെന്നാണ്. കോട്ടായി അതേപോലെ ഒരു പൊട്ടനാണ് നമ്മളെ പാർത്ഥിവ് പട്ടേൽ. അവനെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓസ്ട്രേലിയയുടെ ഒരു ടെസ്റ്റിൽ 2 മാച്ചിൽ കണ്ടു. ആ കിഴങ്ങനൊന്നും ബാറ്റ് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ അവനൊക്കെ സഞ്ജുവിന് കുറ്റം പറയുന്നത്. പാർത്ഥിവ് പട്ടേൽ കിഴങ്ങനെന്ന് പറഞ്ഞാൽ കിഴങ്ങ്. ഇവനെയൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല ടീമിൽ. പണ്ടങ്ങാണ്ട് ഉണ്ട്, മകരാത്ത് അറിഞ്ഞപ്പോൾ 2 4 അടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടിരിക്കുകയാണ് പാർത്ഥിവ് പട്ടേൽ. അവൻ ഭയങ്കര പ്ലേയേഴ്സായിട്ട് വന്നിട്ട് റിപ്പോർട്ടറിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സഞ്ജു സാംസനെ പുറത്താക്കണം, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. എവിടെ നിന്ന് ഇവൻ നീ കളിച്ചിട്ടുണ്ടായിരുന്നു? സഞ്ജു സാംസന്റെ റെക്കോർഡിന്റെ കാൽഭാഗത്ത് നീ പെർഫോം ചെയ്തിട്ടുണ്ടായി ഈ പാർത്ഥിവ് പട്ടേൽ. കിഴങ്ങനെന്ന് പറഞ്ഞാൽ കിഴങ്ങൻ. എന്നിരുന്നാൽ പോലും ഇർഫാൻ പഠാൻ, മുഹമ്മദ് കൈഫ്, നല്ലവരായ ഒരുപാട് ആൾക്കാർ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മുടെ ജയ്ഷ, പിന്നെ സൗരവ് ഗാംഗുലി വരുന്നുണ്ട്. നല്ല സപ്പോർട്ട് സഞ്ജു സാംസണുണ്ട്. നിങ്ങൾ അവസരം കൊടുത്താൽ എല്ലാവരും പുള്ളി പ്രൂവ് ചെയ്യുള്ളൂ. ന്യൂസിലാൻഡിൽ അവസരം കൊടുത്തു, അപ്പോൾ ഫോം ഔട്ട് ചെയ്യുന്ന സമയത്ത് അവസരം കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഫോമിലാണ് പുള്ളി, ഓൾറെഡി പ്രൂവ് ചെയ്ത്. നവീവയ്ക്കെതിരെ പ്രൂവ് ചെയ്തിട്ടുണ്ട് പുള്ളി ഫോമിലാണ്, ഞാൻ ഫോമിലാണെന്ന് സഞ്ജു സാംസൺ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അവസരം കൊടുക്കൂ. ഇനി അവസരം കൊടുത്തിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഓക്കെ, എടുത്ത് കളയൂ, ടീമിനെ എടുത്ത് കളയൂ. പക്ഷേ ഇനി അവസരം കൊടുക്കൂ. പാകിസ്ഥാന്റെ മാച്ചിനോട് അവസരം കൊടുക്കൂ, എല്ലാത്തിലും അവസരം കൊടുക്കൂ. പുള്ളി പ്രൂവ് ചെയ്യും, അത് ഗ്യാരണ്ടിയാണ്. ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേറെ ആര് ചോദിക്കും? ഒരു മലയാളിയായി ഞാൻ സഞ്ജു സാംസണിന് വേണ്ടി ചോദിച്ചില്ലെങ്കിൽ വേറെ ആര് ചോദിക്കും? വേറെ ആര് ചോദിക്കും? നമ്മൾ മലയാളികൾ. എന്നാലും ഞാൻ ഇട്ട വീഡിയോയ്ക്ക് അറിയാത്ത നിന്ന കമന്റുകൾ കാണണം, എല്ലാ മലയാളികളാണ്. അല്ലെങ്കിലും ഒരു മലയാളിക്കും മറ്റൊരു മലയാളിന് ഇഷ്ടമില്ലെന്നുള്ളത് സത്യവും. ഇതാണ് സംഭവം. പക്ഷെ ഞങ്ങളിപ്പോഴും എപ്പോഴും അവൻ ഫോം ഔട്ട്, അവൻ 20 കളി ഇതൊക്കെ ഔട്ട്. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസൺ ഫുൾ സപ്പോർട്ടുണ്ട്. ചെറുക്കൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. വരും. ഈ ഫോം ഔട്ട് എന്ന് പറഞ്ഞാൽ ആർക്കുമല്ലേ, ഈ പറഞ്ഞ ദാദയ്ക്ക് വരെ ഉണ്ടായിരുന്നു ഫോം ഔട്ട്, രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നു, സേവകനുണ്ടായിരുന്നു, സച്ചിനുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ എല്ലാ വൻകിട താരങ്ങൾക്കും എല്ലാം ഫോം ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചു വരാൻ വേണ്ടി അന്ന് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവസരങ്ങൾ കൊടുക്കുന്നില്ല. ഫോം ഔട്ട് എന്ന പേരിലിട്ട് മാറ്റുകയാണ്, ടീമിൽ നിന്ന് എടുത്ത് കളയുകയാണ്. എന്തായാലും പാകിസ്ഥാന്റെ മാച്ചിൽ സഞ്ജു സാംസൺ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൂട്ടുകാരെ, സഞ്ജു സാംസൺ കാണട്ടെ, സഞ്ജു സാംസൺ പ്രൂവ് ചെയ്യട്ടെ, സഞ്ജു സാംസൺ ഒരു 50 എബോവ് സ്കോർ ചെയ്യട്ടെ, തിരിച്ച് വരട്ടെ, സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് സ്പോട്ടിൽ തിരിച്ച് വരട്ടെ. എന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് ഈശാൻ കിഷന്റെ മാറ്റം മതി. ഈശാൻ കിഷൻ നല്ല ഫോമാണ്. ഈശാൻ കിഷൻ ഇറങ്ങട്ടെ, സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യട്ടെ. ഒരു ഇതുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്ന് പറയുന്ന പോലെ സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിന്റെ ക്ലാസ് നമുക്കറിയാമല്ലോ. ക്ലാസ് ബാറ്റിംഗ് ആണ്. അത് അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നല്ലപോലെ പെർഫോമാണ്. എന്നിരുന്നാൽ പോലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാ. കൂട്ടുകാരെ, എന്തായിരുന്നാലും നല്ലത് നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സഞ്ജു സാംസൺ നാളെ നടക്കുന്ന 15-ാം തീയതി നടക്കുന്ന മാച്ചിൽ, പാകിസ്ഥാൻ്റെ കൂടെ മാച്ചിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ. കൂട്ടുകാരെ, ഗായ്സ് എന്ന് പറയാൻ പാടില്ല, വേറെ നമ്മളെ സബ്സ്ക്രൈബ് ഗായ്സ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കൂട്ടുകാരെ നാക്കിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ബൈ ഫ്രം ഭ്രാന്തൻ.